ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വൈകിട്ടത്തെ ഡിന്നറിനോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ കഴിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഏത് കറി കൂട്ടി വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നോൺ വെജ് ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ 1 കപ്പിന് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതായിരിക്കുമല്ലോ ഈ തൈരും റവയൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റവ എടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു മിക്സ് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഉണ്ടല്ലോ, അത് 1/2 ടീസ്പൂൺ വീതം രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കളറൊക്കെ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് മാറി വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് ഒരല്പം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടി കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും കുറച്ച് സവാളയും കൂടിയാണ്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്താണ് ഈ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളയും ഒരു ക്യാരറ്റുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നമുക്ക് പതിയെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിനായിട്ടുള്ള ആ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കൂട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തണുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം കിസ്മിസോ കാഷ്യൂ നട്ട്സോ ഒക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ തൈരിനും റവയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മുടെ ഈ കൂട്ടിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി ഒരു പിഞ്ച് അളവിൽ ഞാൻ ഒരല്പം കളറ് ചേർത്ത് കൊടുക്കുകയാണ്. ഓറഞ്ച് ലെമൺ കളർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കളർ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കളർ ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകണമല്ലോ, അതുകൊണ്ടാണ് ഈ കളർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. ഞാനിവിടെ ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതിനായിട്ട് സ്റ്റീലിൻ്റെ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ചെറിയ ബൗൾ ഇല്ലെങ്കിൽ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റൗണ്ടിലെ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ ഒഴിച്ച് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് മാവെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിവിടെ ഒരു 3 ബൗളിൽ ഒഴിച്ചു കൊടുക്കാനുള്ള മാവ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു 3 ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മാവ് നമുക്ക് കിട്ടും.
ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ ആ ചെറിയ ബൗൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലഹാരമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഞാനിത് വെളിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഈ ബൗളിൽ നിന്ന് മാറ്റാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് മറക്കാതെ നെയ്യോ അതല്ലെങ്കിൽ എണ്ണയോ തേച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് തണുത്തപ്പോൾ തന്നെ അതുകൊണ്ട് സൈഡെല്ലാം നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രചോദനം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരുന്നതാണ്. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.